നമസ്കാരം, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് ബിസിനസ്സുകാർ അവരുടെ സ്റ്റാർട്ടപ്പിൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ചെറിയൊരു ഷെയറിന് പോലും വലിയ വില ചോദിക്കുന്നത്? ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ബിസിനസ് വാല്യുവേഷൻ എന്താണെന്ന് അറിയേണ്ടതുണ്ട്. ഈ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് വാല്യുവേഷനെ കുറിച്ചുള്ള ചില സുപ്രധാന കാര്യങ്ങളാണ്. ആദ്യമായി എന്തിനൊക്കെയാണ് സാധാരണയായിട്ട് ബിസിനസ് വാല്യൂ ചെയ്യുന്നത് എന്ന് നോക്കാം. ഒന്ന്, ഫണ്ട് റേസിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റാർട്ടപ്പ് കമ്പനികളും അതുപോലെ മറ്റ് കമ്പനികളും പ്രധാനമായും വാല്യുവേഷൻ ചെയ്യുന്നുണ്ട്. കൂടാതെ ഒരു കമ്പനി വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യേണ്ടി വരുമ്പോൾ വാല്യുവേഷൻ അനിവാര്യമാണ്. മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് വാല്യുവേഷൻ ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് മെർജേഴ്സ്, അക്വിസിഷൻസ്, ടേക്ക് ഓവേഴ്സ്, എക്സ്പാൻഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ തുടങ്ങിയ സന്ദർഭങ്ങളിൽ. കൂടാതെ ലീഗൽ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ്, ഉദാഹരണത്തിന് ഇൻകം ടാക്സ് ആക്ട്, കമ്പനീസ് ആക്ട്, ഫെർമ, ഇൻസോളൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്, സെബി ആക്ട് തുടങ്ങിയ പല നിയമങ്ങളിലും വാല്യുവേഷൻ നിഷ്കർഷിക്കുന്നുണ്ട്. ബിസിനസ് വാല്യുവേഷൻ കൺസെപ്റ്റ് ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ വിശദീകരിക്കാം. നിങ്ങൾ നിങ്ങളുടെ ടൗണിൽ നല്ല രീതിയിൽ ഒരു റെസ്റ്റോറൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. അത് നിങ്ങൾ വിൽക്കാൻ തീരുമാനിക്കുന്നു. വാങ്ങാൻ വരുന്നയാൾ നിങ്ങളോട് ചോദിക്കുന്നത് ഈ റെസ്റ്റോറൻറ്റിന് വേണ്ടിയുള്ള നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര എന്നായിരിക്കും. നിങ്ങൾ പറയുന്നു അതിൻ്റെ പാത്രങ്ങൾ, അതുപോലെ കിച്ചൺ എക്യുപ്മെൻറ്റ്സ് എല്ലാത്തിനും വേണ്ടിയിട്ട് ഒരു 8 ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു. കൂടാതെ ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സിന് വേണ്ടി 6 ലക്ഷം രൂപയും വർക്കിംഗ് ക്യാപിറ്റലിനായിട്ട് ഒരു 4 ലക്ഷം രൂപയും എല്ലാം കൂടി ഏതാണ്ട് മുതൽ മുടക്ക് ഒരു 18 ലക്ഷം രൂപയാണ്. ബയർ ഒരു ഓഫർ നിങ്ങൾക്ക് തരുന്നു, 20 ലക്ഷം രൂപയ്ക്ക് അയാൾ ബിസിനസ് വാങ്ങാൻ തയ്യാറാണ് എന്ന്. പെട്ടെന്ന് ഇത് ലാഭമാണെന്ന് തോന്നാം. എന്നാൽ ബയർ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ് പരിഗണിച്ചത്. നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ നിന്ന് ഒരു മാസം 1 ലക്ഷം രൂപ ലാഭം ലഭിക്കുന്നു എന്നിരിക്കട്ടെ. നിങ്ങൾ ഈ ബിസിനസ്സിൻ്റെ വാല്യുവേഷനായി പരിഗണിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടാതെ ബിസിനസ്സിൻ്റെ ലാഭം, ഭാവിയിൽ ബിസിനസ്സിൻ്റെ വളർച്ചാ സാധ്യതകൾ, അതായത് ഗ്രോത്ത് പൊട്ടൻഷ്യൽ, ലൊക്കേഷൻ അഡ്വാൻറ്റേജ്, ഗുഡ്വിൽ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ പരിഗണിച്ചായിരിക്കും നിങ്ങൾ ഒരു വില പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും 20 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ഈ ബിസിനസ് വിൽക്കില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് വിലയ്ക്കായിരിക്കും നിങ്ങൾ ഈ ബിസിനസ് വിൽക്കാൻ തയ്യാറുള്ളത്? ഹൗ മച്ച് ഈസ് ദ പ്രൈസ് ഓഫ് യുവർ ബിസിനസ്? പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം പറയാനാവില്ല. ഇവിടെയാണ് ബിസിനസ് വാല്യൂഷൻ്റെ പ്രാധാന്യം. വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു പ്രൊഫഷണൽ വാല്യൂർക്ക് മാത്രമേ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ യഥാർത്ഥ മൂല്യം കണക്കാക്കാനാവൂ. ചുരുക്കി പറഞ്ഞാൽ ബിസിനസ് വാല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസ്സിൻ്റെ യഥാർത്ഥ മൂല്യം അഥവാ വർത്ത് അല്ലെങ്കിൽ ഫെയർ പ്രൈസ് കണക്കാക്കുന്ന ഒരു പ്രക്രിയയാണ്. ഈ വീഡിയോയിലൂടെ ബിസിനസ് വാല്യൂഷനെ കുറിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത്. താങ്ക് യു.